ഹലോ ഗൈസ്, ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എമംഗസ് ഗെയിമാണ്. അപ്പോൾ നമ്മുടെ എമംഗസ് ഗെയിം എന്താണ്, എങ്ങനെയാണ് കളിക്കുന്നതെന്നൊക്കെ പറഞ്ഞു തരാനാണ് വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളെല്ലാം രേഖപ്പെടുത്തുക. ഓക്കെ ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ആദ്യമേ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ നമുക്ക് ചുമ്മാ ഒന്ന് കളിച്ച് നോക്കാം. പിന്നെ പറയുമ്പോൾ ഓൺലൈൻ എടുക്കുക. ചുമ്മാ ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റത്തില്ല, ടീമേറ്റ് വേണം. പിന്നെ നമ്മുടെ പേര് ഇവിടെ കൊടുക്കുക. നമ്മുടെ പേര് കൊടുക്കുക. ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേര് മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ ടീമായിട്ട് കളിക്കുമ്പം നമ്മുടെ അടുത്തുള്ള ആൾക്കാരുമായിട്ട് കളിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് കത്താതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പേര് മാറ്റണമെന്ന് പറയുന്നത്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഹോസ്റ്റ്, പബ്ലിക്, ലാസ്റ്റ് വരുന്നത് പറയുമ്പോൾ നമ്മുടെ പ്രൈവറ്റിലാണ് നമ്മുടെ കോഡെല്ലാം അടിക്കുന്നത്. ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പം നമുക്കിപ്പോൾ ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ ക്രിയേറ്റ് ഗെയിം എന്ന് കൊടുക്കുക. അപ്പോൾ ഏത് മാപ്പ് ഇടുക. പിന്നെ എന്ന് പറയുമ്പം നമുക്ക് എത്ര കള്ളന്മാരാണ് വേണ്ടത്, 3 കള്ളന്മാരിടാം, 2 കള്ളന്മാരിടാം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കള്ളന്മാർ കാണും ഗായ്സ്. അപ്പം നമ്മൾ ഓരോരോ വർക്കിങ്ങിലായിരിക്കും. അപ്പോൾ അവന്മാർ നമ്മളെ ഒറ്റയ്ക്ക് കാണുവാണെങ്കിൽ അവന്മാർ നമ്മളെ കൊല്ലും. അപ്പം അവിടെ നമ്മുടെ ഡെഡ് ബോഡി കാണുന്ന വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കണ്ടെങ്കിൽ അവർ റിപ്പോർട്ട് അടിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ഒരു കോടതി പോലാവും ഗായ്സ്. അപ്പം ഇത് ആരെ കൊന്നേന്ന് അവിടെ ചാറ്റ് ചെയ്തവർ പറയും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം വോട്ടുള്ളവർക്ക് ചിലപ്പം അവരല്ലായിരിക്കും, ചിലപ്പോൾ അവർ പുറത്ത് പോകും. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇവനല്ല എന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ഗെയിം ഇത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു കള്ളൻ ഉണ്ട്, നമ്മളെല്ലാം ജോലിയിലായിരിക്കും. ആ കള്ളൻ നമ്മളെ കൊല്ലും. പക്ഷേ കള്ളൻ കൊല്ലുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ കള്ളനെ റിപ്പോർട്ട് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കളി ജയിക്കും. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ആദ്യമേ ഫസ്റ്റ് ക്രിയേറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാപ്പ് ഇടാം ആദ്യമായിട്ട് കളിക്കുന്നവർക്ക്. പിന്നെ 8 പേര് കളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. 8 പേര് കളിക്കുകയാണെങ്കിൽ ഒരു ഇമ്പോസ്റ്ററിനെ ഇടാം. അതൊക്കെ ഗൈസ് രസം. പിന്നെ പറയാൻ 2 ഇമ്പോസ്റ്റർ, 3 ഇമ്പോസ്റ്ററൊക്കെ ഭയങ്കര റിസ്ക്കാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷാണ് ഇടുന്നത്. ഇംഗ്ലീഷ് ഇടുമ്പോഴത്തേക്ക് സെറ്റാവും ചാറ്റ്. പിന്നെ നമുക്ക് ഏത് മാപ്പ് എടുക്കാം, ഏത് വേണമെങ്കിലും മാപ്പ് എടുക്കാം ഗൈസ്. കണ്ടോ, ഏത് മാപ്പ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ എടുക്കാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മുടെ കോഡ് ഇതാണ്, നമ്മുടെ ടീമേറ്റിന് കോഡ് ഇതാണ് പറഞ്ഞു കൊടുക്കണം. പിന്നെ 9 പേരാണ് ഇട്ടേക്കുന്നത്, 2 പേരാണ്. നമുക്ക് ഇവിടെ നിന്ന് കസ്റ്റമൈസിനെയൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മുടെ ഡ്രസ്സൊക്കെ മാറാം. പിന്നെ ഇത് പൈസയൊക്കെ കൊടുത്ത് അപ്ഗ്രേഡ് ചെയ്യുന്നവരുണ്ട്. പബ്ജി തൊട്ട് തന്നെ. അപ്പോൾ ഇവർ ഇവിടെ വരും, കാണിച്ചു തരാം ഗൈസ്. 2 പേര് പബ്ലിക്കാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ 2 പേരും എന്തായാലും വരാതിരിക്കത്തില്ല. നമുക്ക് നോക്കാം. ഗൈസ് വന്നു. ഇങ്ങനെ വരും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 10 പേരാകുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് കൊടുക്കുക. ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടി പറഞ്ഞത്. പിന്നെയെന്ന് പറയുമ്പോൾ പബ്ലിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കളിക്കണമെങ്കിൽ ഇതിനകത്ത് പാസ്വേഡൊന്നും ഇല്ലാത്ത, നിങ്ങൾക്ക് എത്ര ഇമ്പോസ്റ്റർ വേണ്ട ഒരു ഇതാണോ വേണ്ടത്. അപ്പം സെലക്ട് ചെയ്യുക. 3 ആണെങ്കിൽ 2 ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് കൊടുക്കാം. മാപ്പ് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന കൊണ്ടിരിക്കും ഗൈസ്. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഏത് ഗ്രൂപ്പാണ് വേണ്ട ആ ഗ്രൂപ്പ് തന്നെ നമുക്ക് കിട്ടും. അതാണ് ഈ ഗെയിമിൻ്റെ പ്രത്യേകത. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് സെർച്ച് ചെയ്യുന്നത്. നമ്മുടെ കോഡൊക്കെ ഇവിടെ ഫുൾ ക്യാപിറ്റലായിരിക്കും ഗൈസ്, മൊത്തം ഫുൾ ക്യാപിറ്റലായിരിക്കും. അപ്പോൾ നമുക്ക് സ്മോളൊന്നുമില്ല, ഫുൾ ക്യാപിറ്റലിൽ കളിയാം. പിന്നെ പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ. പിന്നെ നമ്മുടെ കളിക്കുന്ന എങ്ങനെ ഞാൻ കാണിച്ചു തരാം. അതും കൂടെ കാണിച്ചു തന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ നമ്മുടെ നേരത്തെ ഇട്ട് വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കമൻറ്റൊന്നും ചെയ്തില്ലായിരുന്നു. നമുക്കൊരു ക്രിയേറ്റ് പബ്ലിക്കിലോട്ട് പോയിട്ട് നമുക്ക് എത്ര വരുന്നില്ല.
റേഞ്ച് കുറവാണ്. നമുക്ക് 1 ഇമ്പോസ്റ്ററിന് ഇടാം. പിന്നെ എന്ന് പറയുമ്പോൾ സ്ഥലം 1 പേരായിട്ടുണ്ട്, 10 പേര്, 5 പേരായിട്ടുണ്ട്. 5 പേരിനകത്ത് കയറാം. ഇപ്പോൾ തന്നെ 5 പേരായിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ കണ്ടോ? ഗൈസ് ഇതെന്താ ഇത്ര സ്പീഡെന്ന് വെച്ചാൽ അവരിടുന്ന സ്പീഡ് പൊട്ടിക്കുക. നമ്മുടെ സൈഡിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഫാസ്റ്റ്, അങ്ങനെ പ്ലേ സ്പീഡ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്, പ്ലെയർ സ്പീഡ് അങ്ങനെ കുറേ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളിടാം കേട്ടോ. അത് ഇത്ര സ്പീഡിൽ പോകാനാണ് അവൻ ഇട്ടേക്കുന്നത്, എനിക്കറിയത്തില്ല. നമുക്ക് 10 പേരായിട്ടുണ്ട്. പിന്നെ ഇതൊരു കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കളി കാണിച്ചു തരാം ഗൈസ്. ആദ്യം ഇങ്ങനെയൊക്കെ കാണിക്കും. ഇമ്പോസ്റ്ററിനകത്ത് 3 പേരെ നമ്മൾ ഇട്ടത് കേട്ടോ ഗൈസ്. അപ്പോൾ 3 പേരെ ആയിരിക്കും ഇതിനകത്ത് ഇമ്പോസ്റ്റർ. അപ്പോൾ ഇത്ര സ്പീഡിലാണ് ഇതിനകത്ത് നടക്കുന്നത്. നമുക്ക് ഓരോരോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമെങ്കിൽ നമുക്ക് സ്പീഡ് അനുസരിച്ച് കൊടുക്കാം ഗൈസ്. അതുകൊണ്ട് സീനില്ല. ഈ കള്ളനാണെങ്കിൽ ഓരോരോ പണി നടത്തും. കള്ളനാണെങ്കിൽ മിഷനൊന്നും ചെയ്യത്തില്ല ഗൈസ്. കള്ളനാണെങ്കിൽ മിഷനൊന്നും ചെയ്യത്തില്ല. കള്ളൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കുവാണെങ്കിൽ അവൻ മിഷൻ ചെയ്യുവാണ് ഗൈസ്. കണ്ട റിപ്പോർട്ട് അടിച്ച് ഒരുത്തിനെ കൊന്നിട്ടുണ്ട് ഗൈസ്. റിപ്പോർട്ട് അടിച്ച് ആരാതിപ്പോൾ ഇവിടെ ചാറ്റ് ചെയ്ത് പറയും. സ്റ്റാർട്ട് എന്നൊക്കെ പറയുന്നത് ഹൗ എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ. എനിക്കറിയത്തില്ല, ഞാൻ കണ്ടില്ല. ഇവിടെ പറയുന്നുണ്ട്, എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല. കളർ പറയുന്നു. ഞാൻ സ്കിപ്പ് ഔട്ട് കൊടുക്കണം, എനിക്ക് ആരാന്ന് അറിയത്തില്ല കേട്ടോ. സ്കിപ്പ് ഔട്ടൊക്കെ കൊടുക്കാം ഗൈസ്. ഉണ്ട്, അവനെയാണ് പണിതേക്കുന്നത്. അപ്പോൾ സ്കിപ്പാണ്. സ്കിപ്പിൽ 3 പേര്, അവനും 3 പേര്. അപ്പം അവൻ പുറത്താത്തില്ല ഗൈസ്. അങ്ങനെയുണ്ട്. അപ്പം ഇങ്ങനെ കാണിക്കും, സ്കിപ്പിങ് ടൈന്ന് കാണിക്കും. അപ്പോൾ അവന് ഓരോരോ പണി നടത്താം ഗൈസ്. അവന് ഇരുട്ടൊക്കെ ആയതുകൊണ്ട് അവന് ഓരോരോ പണി നടത്താം. അവന് മാത്രം കാണാൻ പറ്റും. നമുക്ക് ഈ ഇങ്ങനെ ഇരുട്ടായിരിക്കും ഗൈസ്. അവന് ഈ ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ നമുക്ക് ഇത്രയും വെളിച്ചമേ കാണത്തുള്ളൂ. പിന്നെ ലൈറ്റ് കിട്ടുമ്പോൾ കണ്ടോണം ഗൈസ്, ഇത്രയും വെളിച്ചം കൂടി. ഞാൻ കാണിച്ചു തരാം. അവിടെ മിഷൻ തീർക്കാനുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ കള്ളനാണെങ്കിൽ മിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യാകുമ്പോഴത്തേക്ക് എന്ത് ഗൈസ് കംപ്ലീറ്റ് ആയി. മിഷൻ എടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന ആരൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരെ പിടിക്കാൻ ഗൈസ്. ഗെയിം ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നിങ്ങൾക്ക് ഇനിയും ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെയാണ് റിപ്പോർട്ട് അടിച്ചിരിക്കുന്നത്. അതിനെ കൊന്നിരിക്കുക ഗൈസ്. അവരൊന്നും പിടിയില്ല. ഞാൻ ആരെയും കണ്ടില്ല ഗൈസ്. നമ്മുടെ കൺമുമ്പിൽ കാണുന്നവരെ മാത്രമേ നമ്മൾ റിപ്പോർട്ട് ചാറ്റിൽ പറയുക. പിന്നെ ആരെങ്കിലും സംശയം ഉണ്ടെങ്കിലും അങ്ങനെ പറയാം. പിന്നെ നമ്മൾ ക്യാമറ മുറി റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഫീസ് റൂം, ക്യാമറ മുറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരാരാന്ന് പറയുന്നില്ല കേട്ടോ. ഞാൻ സ്കിപ്പ് ഔട്ട് കൊടുക്കുക ഗൈസ്. ഇവിടെ ഇത്ര സെക്കൻഡ്സ് ഉണ്ട് കേട്ടോ. സ്കിപ്പ് ഔട്ട് കൊടുക്കുക. ഇത്ര സെക്കൻഡ്സ് ഉള്ളിൽ പണി നമ്മൾ പറയാനുള്ളത് പറയണം. പിന്നെ വോട്ട് ചെയ്യണം. നമുക്ക് ഇത്ര പെട്ടെന്ന് വേണ്ട ഈ ഞാൻ മാത്രം സ്കിപ്പ് ഔട്ട് എടുത്ത ഗൈസ്. അവനാണ് ഇമ്പോസ്റ്റർ ഗൈസ്. അവനല്ല ഇമ്പോസ്റ്റർ. അവനാണെങ്കിൽ ഇമ്പോസ്റ്റർ എന്ന് എഴുതി കാണിക്കും. നമ്മൾ ഇമ്പോസ്റ്റർ ആയാൽ നമുക്ക് മിഷനൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. നമുക്ക് ഇപ്പം അവരെല്ലാവരും പറയും മിഷൻ പോയി കംപ്ലീറ്റ് ചെയ്യാൻ പറയും. പക്ഷേ നമ്മൾ ആരോടും പറയില്ല ഗൈസ് നമ്മൾ ഇമ്പോസ്റ്ററാണ്. നമ്മൾ ടീമായിട്ടൊക്കെ കളിക്കുമ്പോൾ ഗൈസ് ഇന്നത്തെ ലൈവിൽ ഞാൻ എന്തായാലും ഈ ഗെയിം ഇടുന്നതായിരിക്കും. ഞാൻ ലൈവ് നെറ്റില്ലാത്തതാണ് ഗൈസ് ഇടാത്തത്. പിന്നെ ഇതായിരിക്കും നമ്മുടെ ലൈവ്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിപ്രായങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വരും. ഓക്കെ, ബൈ ഗൈസ്. എന്നെ കൊന്നു ഗൈസ്. എൻ്റെ പൊന്നെ, അങ്ങനെ ഗൈസ് കൊന്നത്. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ബൈ.
ഇത്രയും ഇമ്പോസ്റ്റേഴ്സാണ്. 3 ഇമ്പോസ്റ്റേഴ്സും കളി ജയിച്ചു, നമ്മളെല്ലാം തോറ്റു.